നമസ്കാരം. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ലോകമെമ്പാടും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉഷ്ണതരംഗങ്ങൾ പല രാജ്യങ്ങളിലും ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. അടുത്തിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ രേഖപ്പെടുത്തിയ കടുത്ത ചൂടിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിലും ശാസ്ത്രലോകത്തും വലിയ ചർച്ചകൾ നടക്കുകയുണ്ടായി. ഇന്ത്യയിൽ 48 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമ്പോൾ സാധാരണയായി അനുഭവപ്പെടുന്നതിനേക്കാൾ വലിയ പരിഭ്രാന്തിയാണ് യൂറോപ്പിൽ 43 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഉണ്ടാക്കുന്നത് എന്ന തരത്തിലുള്ള താരതമ്യങ്ങൾ പലരിലും കൗതുകവും സംശയവും ജനിപ്പിച്ചു കഴിഞ്ഞു. ഒരേ താപനില രണ്ട് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ രണ്ട് രീതിയിൽ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം കേവലം വ്യക്തിപരമായ തോന്നലല്ല, മറിച്ച് അതിന് പിന്നിൽ വ്യക്തമായ ശാസ്ത്രീയ കാരണങ്ങളും ഭൗതിക സാഹചര്യങ്ങളുമുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ ഘടന, അന്തരീക്ഷത്തിലെ ഈർപ്പം, നഗരങ്ങളുടെ നിർമ്മാണ രീതി, കെട്ടിടങ്ങളുടെ സവിശേഷതകൾ എന്നിവയെല്ലാം ഇതിൽ പ്രധാന പങ്കുവയ്ക്കുന്നു. താപനില അളക്കുന്ന തെർമോമീറ്ററിലെ അക്കങ്ങൾ ഒന്നാണെങ്കിലും പ്രകൃതിയും മനുഷ്യനിർമ്മിത സാഹചര്യങ്ങളും ആ ചൂടിനെ നമ്മുടെ ശരീരം എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ പൂർണ്ണമായി മാറ്റിമറിക്കുന്നുണ്ട്. ഒരു പ്രദേശത്തെ താപനില എത്രയാണെന്ന് നോക്കി മാത്രം അവിടെയുള്ള ചൂടിൻ്റെ തീവ്രത പ്രവചിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അളവ് അഥവാ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി ഇതിൽ ഏറ്റവും നിർണായകമായ ഘടകമാണ്. മനുഷ്യ ശരീരം അമിതമായ ചൂടിനെ പ്രതിരോധിക്കുന്നത് വിയർപ്പിലൂടെയാണ്. ശരീരം വിയർക്കുമ്പോൾ ആ വിയർപ്പ് അന്തരീക്ഷത്തിലേക്ക് ആവിയായി പോവുകയും ആ പ്രക്രിയയിലൂടെ ശരീരത്തിൻ്റെ താപനില കുറയുകയും ചെയ്യും. എന്നാൽ അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലുള്ള സാഹചര്യങ്ങളിൽ വിയർപ്പ് പെട്ടെന്ന് ഉണങ്ങിപ്പോകില്ല. ഇത് ശരീരത്തിൽ താപം കെട്ടി നിൽക്കാൻ കാരണമാവുകയും യഥാർത്ഥ താപനിലയേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ഇന്ത്യയിലെ തീരദേശ മേഖലകളിൽ 35 ഡിഗ്രി സെൽഷ്യസ് ചൂട് പോലും അസഹനീയമായി മാറുന്നത്. യൂറോപ്പിലെ ഉഷ്ണതരംഗങ്ങളിൽ പലപ്പോഴും ഈർപ്പത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കുകയും വായുസഞ്ചാരം കുറയുകയും ചെയ്യുമ്പോൾ അത് മനുഷ്യ ശരീരത്തിന് താങ്ങാനാകാത്ത വലിയ ശാരീരിക സമ്മർദ്ദമുണ്ടാക്കും. വിയർപ്പ് ആവിയാകാതെ വരുമ്പോൾ ശരീരത്തിന് സ്വയം തണുപ്പിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയും ഇത് പെട്ടെന്ന് തന്നെ നിർജ്ജലീകരണത്തിലേക്കും ഹീറ്റ് സ്ട്രോക്കിലേക്കും നയിക്കുകയും ചെയ്യും. കെട്ടിടങ്ങളുടെ നിർമ്മാണ രീതിയും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമാണ് ഈ വ്യത്യാസത്തിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണം. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭൂരിഭാഗം വീടുകളും കെട്ടിടങ്ങളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന കഠിനമായ ശീതകാലത്തെ അതിജീവിക്കാനാണ്. തണുപ്പ് കാലത്ത് വീടിനുള്ളിലെ ചൂട് പുറത്തു പോകാതിരിക്കാൻ കട്ടിയുള്ള ഇൻസുലേഷനും ചെറിയ ജനലുകളും വായുസഞ്ചാരം പരിമിതപ്പെടുത്തുന്ന രീതിയുമാണ് അവർ അവലംബിക്കാറുള്ളത്. ശൈത്യകാലത്ത് ഇത് അനുഗ്രഹമാണ് എങ്കിലും കടുത്ത വേനൽക്കാലത്ത് ഇതേ ഇൻസുലേഷൻ വീടിനുള്ളിൽ ചൂട് തങ്ങി നിൽക്കാൻ കാരണമാകും. രാത്രിയായാൽ പോലും വീടകം തണുക്കാൻ പോലും സമയമെടുക്കും. ഇതിനു പുറമെ യൂറോപ്പിലെ ഭൂരിഭാഗം സാധാരണ വീടുകളിലും എയർ കണ്ടീഷണറുകളോ ആവശ്യത്തിന് ഫാനുകളോ ഉണ്ടാകാറില്ല. പല ഫ്ലാറ്റുകളിലും ജനലുകൾ പൂർണ്ണമായി തുറക്കാൻ പോലും നിയന്ത്രണങ്ങളുണ്ട്. നേരെ മറിച്ച് ഇന്ത്യയിലെ വീടുകൾ പൊതുവെ വേനൽക്കാലത്തെ ചൂട് പുറന്തള്ളാൻ തക്കവണ്ണം വായുസഞ്ചാരമുള്ള രീതിയിലാണ് നിർമ്മിക്കുന്നത്. ഫാനുകളും കൂളറുകളും AC-കളും ഭൂരിഭാഗം ഇടങ്ങളിലും ലഭ്യവുമാണ്. എയർ കണ്ടീഷണറുകളുടെ അഭാവത്തിൽ യൂറോപ്പിലെ ജനങ്ങൾ ദിവസങ്ങളോളം തുടർച്ചയായി കടുത്ത ചൂട് അനുഭവിക്കേണ്ടി വരുന്നത് അവരുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു. കാലാവസ്ഥയുമായി മനുഷ്യ ശരീരം പൊരുത്തപ്പെടുന്ന പ്രക്രിയയും ഇവിടെ പ്രധാനമാണ്. ഇന്ത്യയിലെ ജനങ്ങൾ വർഷങ്ങളായി ഉയർന്ന താപനിലയിലുള്ള അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്ന ചൂടിനെ പ്രതിരോധിക്കാൻ ശാരീരികമായും പെരുമാറ്റ രീതികൾ കൊണ്ടും ഭാരതീയർക്ക് ഒരു പരിധിവരെ സാധിക്കുന്നുണ്ട്. എന്നാൽ യൂറോപ്പിലെ ജനങ്ങൾ മിതമായ ശീതോഷ്ണ കാലാവസ്ഥ ശീലിച്ചവരാണ്. പെട്ടെന്നൊരു ദിവസം താപനില 43 ഡിഗ്രിയിലേക്ക് ഉയരുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ അവരുടെ ശരീരത്തിന് സാധിക്കാതെ വരും. പ്രത്യേകിച്ച് പ്രായമായവർ, കുട്ടികൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങളോ വൃക്കരോഗങ്ങളോ ഉള്ളവർ എന്നിവർക്ക് ഈ പെട്ടെന്നുള്ള മാറ്റം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. നഗരവൽക്കരണവും കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ സാന്നിധ്യവും ചൂടിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മരങ്ങളും തണലുകളും കുറഞ്ഞ കോൺക്രീറ്റ് പ്രതലങ്ങൾ കൂടുതലുള്ള ആധുനിക നഗരങ്ങൾ ചൂടിനെ ആഗിരണം ചെയ്യുകയും രാത്രികാലങ്ങളിൽ അത് പുറത്തുവിടുകയും ചെയ്യുന്നു. ഇത് താപനില വീണ്ടും ഉയരുന്നതിന് കാരണമാകും. ചുരുക്കത്തിൽ തെർമോമീറ്ററിലെ റീഡിംഗ് കേവലം ഒരു സംഖ്യ മാത്രമാണ്. എന്നാൽ ആ ചൂട് മനുഷ്യ ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതം നിർണ്ണയിക്കുന്നത് ചുറ്റുമുള്ള അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളുമാണ്. യൂറോപ്പിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ അവിടെ അനുഭവപ്പെടുന്ന 43 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഇന്ത്യയിലെ അത്രയും തന്നെ ചൂടിനേക്കാൾ അപകടകരവും അസഹനീയവുമായി മാറും. താപനിലയോടൊപ്പം അന്തരീക്ഷത്തിലെ ആർദ്രതയും വായുസഞ്ചാരവും കൂടി കണക്കിലെടുക്കുന്ന ഫീൽസ് ലൈക്ക് താപനിലയാണ് ഒരു പ്രദേശത്തെ ചൂടിൻ്റെ യഥാർത്ഥ തീവ്രത മനസ്സിലാക്കാൻ എപ്പോഴും സഹായിക്കുന്നത്. ആഗോളതലത്തിൽ കാലാവസ്ഥ മാറിമറിയുന്ന ഈ സാഹചര്യത്തിൽ വരും വർഷങ്ങളിൽ ഏത് കാലാവസ്ഥയും പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള നഗരാസൂത്രണവും ജീവിതശൈലി മാറ്റങ്ങളും അനിവാര്യമാണെന്ന് ഈ ഉഷ്ണതരംഗങ്ങൾ ഓർമ്മിപ്പിക്കുന്നു.
യൂറോപ്യൻ രാജ്യങ്ങളിൽ കടുത്ത വേനൽക്കാലത്ത് റോഡുകൾ ഉരുകിപ്പോകുന്നതും, എന്നാൽ ഇന്ത്യയിൽ അതിനേക്കാൾ ഉയർന്ന താപനിലയുള്ളപ്പോഴെല്ലാം റോഡുകൾക്ക് വലിയ തകരാർ സംഭവിക്കാത്തതുമായ പ്രതിഭാസങ്ങൾ പലപ്പോഴും വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. വികസിത രാജ്യങ്ങളായ യൂറോപ്പിലെ റോഡുകൾക്ക് ഗുണനിലവാരമില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന സംശയം പൊതുവെ ഉയരാമെങ്കിലും യാഥാർത്ഥ്യം അതല്ല. ഓരോ ഭൂപ്രദേശത്തെയും പ്രാദേശികമായ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ റോഡുകൾ രൂപകൽപ്പന ചെയ്യുന്നതിലെ സാങ്കേതിക വ്യത്യാസമാണ് ഇതിന് പിന്നിൽ. അതേസമയം തങ്ങളുടെ രാജ്യത്തെ കഠിനമായ കാലാവസ്ഥയെ മുൻകൂട്ടി കണ്ട് അതിനെയെല്ലാം പ്രതിരോധിക്കാൻ തക്കവണ്ണം മികച്ച സാങ്കേതിക വിദ്യയോടെ റോഡുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് രംഗത്തിൻ്റെ വലിയൊരു നേട്ടമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. റോഡ് നിർമ്മാണത്തിൽ ഏറ്റവും നിർണായകമായ പദാർത്ഥമാണ് ബിറ്റുമിൻ അഥവാ നമ്മൾ സാധാരണ പറയുന്ന ടാർ. താപനിലയ്ക്ക് അനുസരിച്ച് രൂപമാറ്റം സംഭവിക്കുന്ന ഒരു പ്രകൃതിദത്ത പദാർത്ഥമാണിത്. കടുത്ത തണുപ്പുള്ളപ്പോൾ ബിറ്റുമിൻ കട്ടിയുള്ളതാവുകയും കടുത്ത ചൂടുള്ളപ്പോൾ അത് മൃദുവാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റോഡുകൾ നിർമ്മിക്കുമ്പോൾ ആ പ്രദേശത്ത് വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഉയർന്ന താപനിലയും ഏറ്റവും കുറഞ്ഞ താപനിലയും കൃത്യമായി കണക്കാക്കിയാണ് അനുയോജ്യമായ ബിറ്റുമിൻ ഗ്രേഡ് തിരഞ്ഞെടുക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ വർഷത്തിൽ ഭൂരിഭാഗം സമയവും കഠിനമായ തണുപ്പും മഞ്ഞുവീഴ്ചയുമാണ് അനുഭവപ്പെടാറുള്ളത്. ഇങ്ങനെയുള്ള കടുത്ത തണുപ്പ് കാലത്ത് റോഡുകൾ കല്ല് പോലെ ഉറച്ച് വിള്ളലുകൾ വീഴാതിരിക്കാൻ അവർ മൃദുവായതും ഇലാസ്തികത കൂടുതലുള്ളതുമായ ബിറ്റുമിൻ ഗ്രേഡുകളാണ് ഉപയോഗിക്കുന്നത്. തണുപ്പ് കാലത്ത് റോഡ് തകരാതിരിക്കാൻ ഈ സാങ്കേതിക വിദ്യ അനിവാര്യവുമാണ്. എന്നാൽ ആഗോളതാപനം കാരണം മുൻപില്ലാത്ത വിധം യൂറോപ്പിൽ ചൂട് 40 ഡിഗ്രിക്ക് മുകളിലേക്ക് ഉയരുമ്പോൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ നിർമ്മിച്ച ഈ റോഡുകളിലെ ബിറ്റുമിൻ വേഗത്തിൽ ഉരുകാൻ തുടങ്ങുന്നു. ഇത് അവിടുത്തെ നിർമ്മാണത്തിൻ്റെ പോരായ്മയല്ല, മറിച്ച് പ്രകൃതിയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ഉൾക്കൊള്ളാൻ നിലവിലുള്ള അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സാധിക്കാത്തതുകൊണ്ടാണ്. ഇവിടെയാണ് ഇന്ത്യ കൈവരിച്ച നേട്ടം പ്രസക്തമാകുന്നത്. ഇന്ത്യയിലെ കാലാവസ്ഥ വളരെ സങ്കീർണവും വൈവിധ്യപൂർണ്ണവും ഉള്ളതാണ്. ഒരു വശത്ത് 45 മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്ന കടുത്ത വേനൽച്ചൂടും, മറുവശത്ത് അതിശക്തമായ പ്രളയവും കനത്ത മഴയുമെല്ലാം ഇന്ത്യയിലെ റോഡുകൾക്ക് വലിയ വെല്ലുവിളിയാണ്. ഈ കടുത്ത സാഹചര്യങ്ങളെ നേരിടാൻ ഇന്ത്യ സ്വന്തമായി മികച്ച മാനദണ്ഡങ്ങളും സാങ്കേതിക വിദ്യയും വികസിപ്പിച്ചെടുത്തു. ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കാഠിന്യമേറിയതും വിസ്കോസിറ്റി കൂടിയതുമായ ബിറ്റുമിൻ ഗ്രേഡുകളാണ് ഉദാഹരണത്തിന് VG30, VG40 ഗ്രേഡുകൾ ഇന്ത്യയിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്. കടുത്ത ചൂടിലും ഉരുകിപ്പോകാത്ത ഇത്തരം ബിറ്റുമിൻ ഉപയോഗിക്കുന്നതിനാലാണ് കടുത്ത വേനലിലും നമ്മുടെ റോഡുകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാത്തത്. താപനിലയിലെ വ്യതിയാനങ്ങളെ കൃത്യമായി പഠിച്ച് അതിനനുസരിച്ച് റോഡ് നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്കരിക്കാൻ കഴിഞ്ഞത് നമ്മുടെ എഞ്ചിനീയർമാരുടെയും ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ്. മാത്രമല്ല, ആധുനിക കാലത്ത് റോഡുകളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിനായി പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ പുനരുപയോഗം ചെയ്തുകൊണ്ടുള്ള റോഡ് നിർമ്മാണത്തിലും ഇന്ത്യ ലോകത്തിന് മാതൃകയാണ്. ബിറ്റുമിനൊപ്പം പ്ലാസ്റ്റിക് കൂടി ചേർത്ത് നിർമ്മിക്കുന്ന റോഡുകൾക്ക് ചൂടിനെ പ്രതിരോധിക്കാനും വെള്ളം കെട്ടിക്കിടന്ന് നശിക്കാതിരിക്കാനും കൂടുതൽ ശേഷിയുണ്ടെന്ന് ഇന്ത്യ തെളിയിച്ചിട്ടുണ്ട്. ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളിൽ ഇത്തരം തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞത് രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ വലിയൊരു ചുവടുവയ്പ്പാണ്. ആഗോളതലത്തിൽ കാലാവസ്ഥ മാറി മറിയുന്ന ഈ സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. തണുപ്പിനെ മാത്രം പ്രതിരോധിക്കാൻ നിർമ്മിച്ച അവിടുത്തെ റോഡുകൾക്ക് ഇനിമേൽ ചൂടിനെയും പ്രതിരോധിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്ത്യയെപ്പോലെ ഉയർന്ന താപനിലയും തണുപ്പിനെയും ഒരുപോലെ പ്രതിരോധിക്കാൻ കഴിയുന്ന പോളിമർ മോഡിഫൈഡ് ബിറ്റുമിൻ പോലെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകളിലേക്ക് മാറാൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഗവേഷകർ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. ചുരുക്കത്തിൽ കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനെയെല്ലാം അതിജീവിക്കാൻ തക്കവണ്ണമുള്ള മികച്ച റോഡ് ശൃംഖലകൾ രൂപകൽപ്പന ചെയ്യാൻ കഴിഞ്ഞത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിച്ച അഭിമാനകരമായ നേട്ടം തന്നെയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.